സൂപ്പർ നോട്ട്സിന്റെ 5am ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് കുറെ ദിവസമായിട്ട് 5am ക്ലബ്ബ്, അതായത് രാവിലെ 5 മണിക്ക് നമ്മളൊരു സെക്ഷൻ കൊണ്ടുവരുന്നു. ആ സെക്ഷനിൽ നിങ്ങൾ രാവിലെ ക്ലാസ് കാണുന്നു, അതിനുശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ പഠനം തുടരുന്നു, ആവേശത്തോടെ പോകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ മറ്റൊരു അടിപൊളി സെക്ഷനുമായിട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ബയോളജിയിൽ വന്ന ഒരു ചോദ്യമാണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് 2023 ചോദിച്ച ഒരു ചോദ്യവും അതിനനുബന്ധിച്ചുള്ള പോയിന്റ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിച്ചിരിക്കുന്നത് ഏത്? 1 പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ, 2 തൈറോയിഡ് ഗ്രന്ഥി ഇൻസുലിൻ, 3 ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ, 4 അഡ്രീനൽ ഗ്രന്ഥി കോർട്ടിസോൾ. ഓപ്ഷൻ പറയുന്നത് എ 1ഉം 2ഉം ശരിയാണ് എന്നാണ്, അല്ലെങ്കിൽ യോജിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ 2, 3, 1. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 1ഉം 4ഉം പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 2ഉം 3ഉം പറയുന്നുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മെയിൻ പരീക്ഷയ്ക്ക് 2023 ചോദിച്ച ചോദ്യമാണ്. ഈ ശരിക്കും ഇത് ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലെ SCERT അകത്ത് വരുന്ന ഒരു ഹോർമോണുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ട് ഹോർമോൺ ഗ്രന്ഥികൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ഈ ചോദ്യത്തിലൂടെ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പൊ ഒരുപാട് വിറ്റാമിൻ, ഒരുപാട് ഹോർമോണുകളെയും ഗ്രന്ഥികളെയും കുറിച്ച് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ സാധിക്കൂ. കുറഞ്ഞത് 4 പേരെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഉഷാറല്ലേ? ഇതിന്റെ ആൻസർ ഒന്ന് നോക്കിയടാ, ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. ഇവിടെ കറക്റ്റ് ഉള്ള ആൻസർ കിട്ടുമോ നോക്കിയടാ. അപ്പൊ നിങ്ങളെല്ലാം ഉഷാറല്ലേ? ശരി, നമുക്ക് നോക്കാം. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തന്നെയാണ് മെലാറ്റോണിൻ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരി എന്ന് പറയാം. 2 തൈറോയ്ഡ് ഗ്രന്ഥി ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി ഇൻസുലിനെ അല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയെ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം എന്നതും മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അല്ല ഇൻസുലിൻ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് തൈമോസിൻ എന്ന് പറയുന്നത്. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണോ തൈമോസിൻ എന്ന് പറയുന്നത്? അല്ല, തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്, അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അതെ, അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോ 1ഉം 4ഉമാണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, അല്ലെ? 1ഉം 4ഉം. ഇനി നമുക്ക് ഈ ഓരോ ഹോർമോണിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും നമുക്കൊന്ന് വൃത്തിയായിട്ട് നോക്കിയാലോ പിള്ളേരെ? ഉഷാറല്ലേ നിങ്ങളെ? ശ്രദ്ധിച്ചോ. ആദ്യം ഞാൻ പറയുന്നത് പീനിയൽ ഗ്രന്ഥിയെ കുറിച്ചാണ്. ശ്രദ്ധിക്കണേ. ആദ്യം നമുക്ക് നോക്കാം പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ പറയപ്പെടുന്നുണ്ട്. ഒന്നാമത്തവന്റെ പേര് മെലാറ്റോണിൻ എന്നും രണ്ടാമത്തവന്റെ പേര് സെറോട്ടോണിൻ എന്നുമാണ്. അപ്പൊ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെ? ഒന്ന് മെലാറ്റോണിനും രണ്ടാമത്തത് സെറാട്ടോണിൻ എന്നും പറയുന്ന 2 ഹോർമോണാണ്. മറക്കണ്ട, പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? മെലാറ്റോണിനും സെറാട്ടോണിനുമാണ്. അങ്ങനെയെങ്കിൽ പീനിയൽ ഗ്രന്ഥിക്ക് ഒരു പ്രത്യേക വിശേഷണമുണ്ട്, അതുകൂടെ നമുക്കവിടെ പഠിച്ചിട്ട് പോവാം. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി നമുക്ക് എന്ത് വിളിക്കാം? ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ്. അതുപോലെ തേർഡ് ഐ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയും പീനിയൽ ഗ്രന്ഥിയാണ്. അപ്പൊ പീനിയൽ ഗ്രന്ഥിയെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. തേർഡ് ഐ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാലും അത് പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ തലച്ചോറിലാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോ ഗ്രന്ഥിയായ പീനിയൽ ഗ്രന്ഥി എവിടെ സ്ഥിതി ചെയ്യുന്നു? തലച്ചോറിൽ. ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെ? മെലാറ്റോണിനും സെറാട്ടോണിനും. മെലാറ്റോണിനെ നമുക്ക് ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഹോർമോൺ എന്ന് വിളിക്കാം. അതുപോലെ പറയാം സർക്കാഡിയൽ റിതം നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് വിളിക്കാം. ഉറക്കത്തിന്റെ ഹോർമോൺ എന്നൊക്കെ വിളിക്കാവുന്നതാണ് മെലാറ്റോണിൻ. എങ്കിൽ സെറാട്ടോണിന് ഒരു നമുക്കൊരു പോയിന്റ് പറയാം. ഹാപ്പിനെസിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സെറാട്ടോണിനാണ്. ഹാപ്പിനെസിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സെറാട്ടോണിനാണ്. നിങ്ങൾ രാവിലെ 5am ക്ലബിലെ ക്ലാസ്സുകൾ, ഉഷാറായ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നല്ല ഉന്മേഷത്തോടെ നിങ്ങളുടെ അടുത്ത മുന്നോട്ടുള്ള പോക്കിനൊക്കെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും എന്താ പറയുക, ഒരു മോട്ടിവേഷൻ തന്നാൽ, ഒരു പോസിറ്റീവ് ആയിട്ടൊരു വൈബ് തന്നാൽ അതിനെ നിങ്ങൾക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്
ആരുള്ളത് കൊണ്ടാണ്? സെറാട്ടോണിൻ എന്ന ഹോർമോൺ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പറയാം ഹാപ്പിനെസിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആര്? അത് സെറാട്ടോണിൻ ആണെന്ന് മറക്കണ്ട. ഹാപ്പിനെസിന്റെ ഹോർമോൺ ആണ് സെറാട്ടോണിൻ എന്ന് പറയുന്നത്. അപ്പൊ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് ഒന്ന് മെലാറ്റോണിൻ, രണ്ടാമത്തത് സെറാട്ടോണിൻ. ഉറക്കത്തിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലാറ്റോണിൻ. രാത്രി കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മെലാറ്റോണിൻ ആണെങ്കിൽ പകൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് സെറാട്ടോണിൻ. എന്ന് പറഞ്ഞാൽ പകൽ കുറച്ചും രാത്രി കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സെറാട്ടോണിൻ പകലാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചേക്കണം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് ഞാൻ നേരെ പോകുന്ന തൈറോയിഡ് ഗ്രന്ഥി. വളരെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ, തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓർക്കേണ്ട ഒരു സാധനമുണ്ട്, അയഡിൻ എന്ന് പറയും. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം അയഡിനെ പറയാം. ഓക്കെ അല്ലേ? ഇനി തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ 3 ഹോർമോണാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഒന്നാമത്തെ എന്താണ്? തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. രണ്ടാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് തൈറോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. പലരും പഠിച്ചു വെക്കാത്തൊരു ഹോർമോൺ ആണ്. രണ്ടാമത്തെ ഹോർമോണിന്റെ പേര് തൈറോണിൻ എന്ന് വിളിക്കാം. മൂന്നാമത്തെ ഹോർമോണിന്റെ പേരാണ് കാൽസിട്ടോണിൻ എന്ന് വിളിക്കാം. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 3 ഹോർമോൺ ആണ്. ഒന്നാമത്തേത് തൈറോക്സിൻ എന്ന് പറയുന്നു, രണ്ടാമത്തേത് തൈറോണിൻ എന്ന് വിളിക്കുന്നു, മൂന്നാമത്തവന്റെ പേര് കാൽസിട്ടോണിൻ എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ തൈറോയിഡ് ഗ്രന്ഥി 3 ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്ന് തൈറോക്സിൻ ഉണ്ട്, 2 തൈറോണിൻ ഉണ്ട്, മൂന്നാമത്തേത് കാൽസിട്ടോണിൻ ഉണ്ട്. തൈറോണിൻ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന സാധനമാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. തൈറോണിൻ, തൈറോക്സിൻ, അതുപോലെ കാൽസിട്ടോണിൻ എന്ന് പറയുന്ന 3 ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. തൈറോക്സിന്റെയും തൈറോണിന്റെയും ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമുള്ള മൂലകം ചോദിച്ചാലും അവിടെ നമുക്ക് ആരെ കണക്ട് ചെയ്യാം? അയഡിനെ കണക്ട് ചെയ്യാം. അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് അയഡിൻ വേണം. തൈറോക്സിനും തൈറോണിനും ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിലും എന്തിന്റെ ആവശ്യമുണ്ട്? അയഡിന്റെ ആവശ്യമുണ്ട് എന്നത് മനസ്സിലാക്കണം. തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം അയഡിൻ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ ആണല്ലോ? ഇനി തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്നും തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നതിനെ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്നുമാണ് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്നും തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നുമാണ് വിളിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഗ്രന്ഥിയുടെ പേര് ആഗ്നേയ ഗ്രന്ഥിയെ കുറിച്ചാണ്. ആഗ്നേയ ഗ്രന്ഥിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, കാരണം നമ്മളിപ്പോ ഇതിനകത്തുള്ള ഓരോ ഹോർമോണിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ നോക്കി പോവാം. അടുത്ത് നമ്മൾ നോക്കുന്ന ആരെ കുറിച്ചാണ്? ആഗ്നേയ ഗ്രന്ഥിയാണ്. ശ്രദ്ധിക്കണം, ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥിയെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം, പാൻക്രിയാസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം പിള്ളേരെ? പാൻക്രിയാസ് എന്ന് വിളിക്കാം. അപ്പൊ ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ്, ഈ പാൻക്രിയാസ് എന്ന് പറയുന്നതിന് 2 ഭാഗമുണ്ട്. ഒരു ബഹിർസ്രാവി ഭാഗവുമുണ്ട്, ഒരു അന്തർസ്രാവി ഭാഗവുമുണ്ട്. ഈ അന്തർസ്രാവി ഭാഗത്തിനൊരു പേര് വിളിക്കും ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസ് എന്ന് വിളിക്കും. ഈ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺ, ഞാൻ വേറൊരു 5am സെക്ഷനകത്ത് ഈ പറയുന്നവനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ ഓട്ടിച്ചു പോകുന്നു. അന്തർസ്രാവി ഗ്രന്ഥിയുടെ പേര് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസ് ആണ്. ഈ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഒന്ന് ഇൻസുലിൻ എന്ന് പറയുന്നത്, രണ്ടാമത്തത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇൻസുലിനെയും ഗ്ലൂക്കഗോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസിലെ അന്തർസ്രാവി ഭാഗമായ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ ഗ്ലൂക്കഗോണെ ഉൽപ്പാദിപ്പിക്കുന്നത് ആൽഫാ കോശവും അതുപോലെ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റാ കോശം എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അക്കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെച്ചേക്കണം. ഇനി അടുത്ത് പറയുന്നത് അഡ്രീനൽ ഗ്രന്ഥിയെ കുറിച്ചാണ്. അഡ്രീനൽ ഗ്രന്ഥിയെ കുറിച്ചുള്ള അതിന്റെ ഹോർമോണും അക്കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് നോക്കാം. അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യട്ടെ. നോക്കിക്കോടാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്രീനൽ ഗ്രന്ഥി. അപ്പൊ പിള്ളേരെ, അഡ്രീനൽ ഗ്രന്ഥിയെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ശ്രദ്ധിക്കണം, അഡ്രീനൽ ഗ്രന്ഥിയെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ പറയുന്നത് മെഡുല എന്ന് പറയുന്നു. രണ്ടാമത്തെ ഏരിയയുടെ പേര് കോർടെക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ അഡ്രീനൽ ഗ്രന്ഥിക്ക് 2 ഭാഗമുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിന്റെ പേര് മെഡുല എന്നും രണ്ടാമത്തെ ഭാഗത്തിന്റെ പേര് കോർടെക്സ് എന്നുമാണ്. അപ്പൊ അഡ്രീനൽ ഗ്രന്ഥിക്ക് 2 ഭാഗമുണ്ട്.
ഒന്നാമത്തെ ഭാഗത്തിന്റെ പേര് മെഡുല എന്നും രണ്ടാമത്തെ ഭാഗത്തിന്റെ പേര് കോർട്ടക്സ് എന്നുമാണ്. ക്ലിയർ അല്ലേ? ഇനി മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഹോർമോണിന്റെ പേരാണ് അഡ്രിനാലിൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തവന്റെ പേരാണ് നോർ അഡ്രിനാലിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺ ഉണ്ട്. ഒന്ന് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണും രണ്ടാമത്തേത് നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണും. ഇനി അഡ്രീനൽ ഗ്രന്ഥിക്കൊരു വേറൊരു പോർഷൻ ഉണ്ട്, അതിന്റെ പേരാണ് കോർട്ടക്സ്. ഇനി അവിടെ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. അഡ്രീനൽ ഗ്രന്ഥിക്ക് ഒരു മധ്യഭാഗവുമുണ്ട്, പുറത്തെ ഭാഗവുമുണ്ട്. മെഡുല എന്ന് പറയുന്ന അഡ്രീനൽ ഗ്രന്ഥിയുടെ മധ്യഭാഗവും കോർട്ടക്സ് എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്രന്ഥിയുടെ അകവശവുമാണ് കേട്ടോ. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം വശം, അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമത്തെ വിളിക്കുന്ന പേരാണ് കോർട്ടക്സ് എന്ന് പറയുന്നത്. അകത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് മെഡുല, അല്ലെങ്കിൽ മിഡുലിന് പറയുന്ന പേരാണ് മെഡുല. മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ്, ഒന്ന് അഡ്രിനാലിനും രണ്ടാമത്തത് നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അഡ്രിനാലിന് മറ്റൊരു പേരുണ്ട് പിള്ളേരെ, എപ്പിനെഫ്രിൻ എന്നാണ് ആ പേര്. അഡ്രിനാലിന്റെ മറ്റൊരു പേരെന്താണ് എന്ന് ചോദിച്ചാൽ എപ്പിനെഫ്രിൻ എന്ന് വിളിക്കാം. അപ്പൊ നോർ അഡ്രിനാലിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ നോർ എപ്പിനെഫ്രിൻ എന്ന് വിളിക്കാം. അപ്പൊ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും മറ്റു 2 പേരുകളുണ്ട്. അഡ്രിനാലിന്റെ പേരെന്ന് പറയുന്നത് എപ്പിനെഫ്രിൻ എന്നും നോർ അഡ്രിനാലിന്റെ പേര് നോർ എപ്പിനെഫ്രിൻ എന്നുമാണ് എന്ന് മറക്കണ്ട. അപ്പൊ അഡ്രിനൽ ഗ്രന്ഥിക്ക് 2 ഭാഗമുണ്ട്. മധ്യഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് മെഡുല എന്നും പുറത്തെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് കോർട്ടക്സ് എന്നുമാണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ മെഡുല എന്നും കോർട്ടക്സ് എന്നും പറയുന്ന 2 പോർഷൻ ഉണ്ട്. മെഡുല എന്ന് പറയുന്ന ഭാഗം 2 ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്ന് അഡ്രിനാലിൻ, മറ്റൊരു പേര് എപ്പിനെഫ്രിൻ എന്ന് വിളിക്കാം. രണ്ടാമത്തത് നോർ അഡ്രിനാലിൻ, മറ്റൊരു പേര് നോർ എപ്പിനെഫ്രിൻ എന്ന് നമുക്ക് ആ ഭാഗത്തെ എന്ത് ചെയ്യാം, വിളിക്കാം. ക്ലിയർ അല്ലേ? ഇനി ഇപ്പുറത്താണെങ്കിൽ കോർട്ടക്സ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറത്തെ ഭാഗത്തിന്റെ പേരാണ് കോർട്ടക്സ് എന്ന് വിളിക്കുന്നത്. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറത്തെ ഭാഗമായ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട ഹോർമോണുകളുടെ പേര് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാവുന്നത് ഒന്ന് കോർട്ടിസോൾ എന്ന് വിളിക്കാം. ഒന്നാമത്തെ എന്താണ്? കോർട്ടിസോൾ എന്ന് വിളിക്കാം. രണ്ടാമത്തെ ഹോർമോണിന്റെ പേര് അൾഡോസ്റ്റിറോൺ എന്ന് വിളിക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് കോർട്ടിസോൾ എന്ന് വിളിക്കാം. രണ്ടാമത്തെ ഹോർമോണിന്റെ പേര് അൾഡോസ്റ്റിറോൺ എന്ന് വിളിക്കാം. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. അഡ്രിനൽ ഗ്രന്ഥിക്ക് 2 ഭാഗമുണ്ട്. ഒന്ന് മെഡുല എന്നും കോർട്ടക്സ് എന്നുമാണ്. കോർട്ടക്സ് എന്ന് പറയുന്നത് പുറത്തെ ഭാഗമാണ്, മെഡുല എന്ന് പറയുന്നത് അകത്തെ അല്ലെങ്കിൽ മധ്യഭാഗമാണ്. മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്ന് പറയുന്നത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ്. കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോളും അൾഡോസ്റ്റിറോണുമാണ് എന്നത് മനസ്സിലാക്കുക. കോർട്ടിസോളും ഉണ്ട്, അൾഡോസ്റ്റിറോണും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അഡ്രിനൽ ഗ്രന്ഥി. അഡ്രിനൽ ഗ്രന്ഥിയുടെ വിശേഷണങ്ങൾ ചോദിച്ചാൽ 3F ഗ്രന്ഥി എന്നും 4S ഗ്രന്ഥി എന്നും അറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. എന്ത് വിളിക്കുന്നു? 3F ഗ്രന്ഥി എന്നും 4S ഗ്രന്ഥി എന്നും അറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. അടിയന്തര സാഹചര്യവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ എമർജൻസി ഗ്ലാൻഡ് എന്നും നമുക്ക്, അല്ലെങ്കിൽ അടിയന്തര ഗ്രന്ഥി എന്നും നമുക്ക് എന്ത് വിളിക്കാം? അഡ്രിനൽ ഗ്രന്ഥിയെ വിളിക്കാം. അടിയന്തര ഗ്രന്ഥി എന്നറിയപ്പെടുന്ന അഡ്രിനൽ ഗ്രന്ഥിയാണ്. 3F ഗ്രന്ഥി എന്നും 4S ഗ്രന്ഥി എന്നൊരു വിശേഷണവും അഡ്രീനൽ ഗ്രന്ഥിക്കുണ്ട്. എന്താണ് 3F ഗ്രന്ഥി എന്ന് പറയുന്നത്? ഫിയർ, ഫൈറ്റ്, ഫ്ലൈറ്റ്. അപ്പൊ 3Fൽ തുടങ്ങുന്ന 3 സംഭവങ്ങൾ. ഫിയർ, പേടിയുമായി ബന്ധപ്പെട്ടത്. ഫൈറ്റ്, നമ്മൾ മത്സരം പ്രതിരോധിക്കുമ്പോൾ ഉള്ളത്. ഇനി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ആകുമ്പോൾ. ഇവിടെ കാര്യം ശ്രദ്ധിക്കണം. ഫിയർ എന്ന് പറയുന്നത് പേടിയുമായി ബന്ധപ്പെട്ടാണ് ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവം വന്നത്. ഫൈറ്റ് എന്ന് പറയുന്നത് ഈ കാട്ടിലേക്ക് മൃഗങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാറുണ്ടല്ലോ, ആ ഒരു സംഭവത്തെ അവരതിന് സഹായിക്കുന്നത് അഡ്രീനൽ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഇനി ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ പക്ഷികൾക്കൊരു ക്യാരക്ടർ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഏതെങ്കിലും അങ്ങ് മൂലയിൽ ഒരു ശബ്ദം കേട്ടാലേ യൗമാർ എണീറ്റ് ഓടിക്കളയും. ഇവരെ പക്ഷികളെ പിടിക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. എവിടെയെങ്കിലും 4 വീടിന്റെ അപ്പുറത്തെ ഷീറ്റിനകത്ത് തേങ്ങ വീണാലും ആ സൗണ്ടും കേട്ടുകൊണ്ട് നമ്മളെ വീട്ടിന്റെ അവിടെ കിടക്കുന്ന ആ പക്ഷികൾ ഇറങ്ങി ഓടാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സോ അതിന് അവരെ പ്രേരിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം വന്നത്. ഇനി നമ്മളാണെങ്കിൽ ഒരു നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന സിറ്റുവേഷനോടെ നമ്മൾ എസ്കേപ്പ് ആവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെയും ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം പറയാം. അപ്പൊ ഫിയർ, ഫൈറ്റ്, ഫ്ലൈറ്റ്, ഇതാണ് എന്തെന്ന് പറയുന്നത് 3F എന്ന് പറയുന്നത്. ഇനി 4S ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. 4S ഗ്ലാൻഡ് എന്ന് വിളിക്കാനുള്ള കാരണം ഒന്നാമത്തെ S എന്ന് പറയുന്നത് ഷുഗർ മെറ്റബോളിസം. ഒന്നാമത്തെ F എന്താണ്ട? ഷുഗർ മെറ്റബോളിസം.
രണ്ടാമത്തെ എന്ന് പറയുന്നത് സാൾട്ട് റിട്ടൻഷൻ, മൂന്നാമത്തെ എസ് എന്ന് പറയുന്നത് സെക്സ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. ഇനി നാലാമത്തെ എസ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് എനർജി എന്ന് വിളിക്കാം, സോഴ്സ് ഓഫ് എനർജി. അപ്പൊ 4S എന്തൊക്കെയാണടാ? 4S ഗ്ലാൻഡ് എന്ന് വിളിക്കാൻ കാരണം ഷുഗർ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ്, സാൾട്ട് റിട്ടൻഷന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ്, സെക്സ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഗ്രന്ഥിയാണ്, അതുപോലെ സോഴ്സ് ഓഫ് എനർജി, എനർജിയുടെ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. സോ അഡ്രീനൽ ഗ്രന്ഥിയെ നമുക്ക് എന്ത് വിളിക്കാം? 4S ഗ്ലാൻഡ് എന്ന് വിളിക്കാം. അപ്പൊ 4S ഗ്ലാൻഡ് എന്ന് വിളിക്കാനുള്ള റീസൺസ് ഒന്നുകൂടെ ശ്രദ്ധിച്ചാടാ. ഷുഗർ മെറ്റാബോളിസം എന്ന് വിളിക്കുന്നു, സാൾട്ട് റിട്ടൻഷൻ എന്ന് വിളിക്കുന്നു, സെക്സ് ഹോർമോൺ എന്ന് വിളിക്കുന്നു, അതുപോലെ നമ്മൾ പറയുന്നു സോഴ്സ് ഓഫ് എനർജി. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ പഠിച്ച 4 ഹോർമോണുകളെ പഠിച്ചു, അഡ്രിനാലിനെ പഠിച്ചു, നോർ അഡ്രിനാലിനെ പഠിച്ചു, കോർട്ടിസോളിനെ പഠിച്ചു, അൾഡോസ്റ്റിറോണിനെ പഠിച്ചു. ഇവിടെ ഒരിടത്തും നമ്മൾ സെക്സ് ഹോർമോണിനെ കുറിച്ച് പഠിച്ചില്ലല്ലോ. പക്ഷെ ഇവിടെ പറയുന്നു അഡ്രിനൽ ഗ്രന്ഥി സെക്സ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും എന്നിവിടെ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ സാർ അത് പഠിപ്പിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ശരിയാണ്, നിങ്ങളെ ചിന്ത കറക്റ്റ് ആണ്. കാരണം ഞാൻ അത് നിങ്ങളെ പഠിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ആ സാധനം ഉണ്ട്, പക്ഷെ ഇനി നമ്മൾ പഠിക്കാൻ ഈ പോയിന്റ് പറഞ്ഞിട്ട് അവിടെ പറയുമ്പോഴേ നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റൂ. സെക്സ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് അഡ്രിനൽ ഗ്രന്ഥിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഡ്രിനൽ ഗ്രന്ഥി വളരെ കുറച്ച് സെക്സ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കും. അത് ഏതൊക്കെ സെക്സ് ഹോർമോൺസിനെയാണ് അഡ്രിനൽ ഗ്രന്ഥിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അഡ്രിനൽ ഗ്രന്ഥിക്ക് ഏതൊക്കെ സെക്സ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒന്നെന്ന് പറയുന്നത് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു സെക്സ് ഹോർമോൺ ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന സെക്സ് ഹോർമോൺ ആണ്. അഡ്രിനൽ ഗ്രന്ഥിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സെക്സ് ഹോർമോൺ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഒന്നാമത്തത് ഈസ്ട്രോജൻ എന്ന് പറയുന്നു, രണ്ടാമത്തേത് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ തൊട്ടടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ കണക്ട് ആയിട്ട് ആ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, അഡ്രിനൽ ഗ്രന്ഥിക്ക് സെക്സ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഏതൊക്കെ സെക്സ് ഹോർമോൺസ് ആണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഈസ്ട്രോജൻ എന്നൊരു സെക്സ് ഹോർമോണും, രണ്ടാമത്തേത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന സെക്സ് ഹോർമോണും. ഇനി ഇതിനെ കണക്ട് ചെയ്ത ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നോക്കാം. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടിയല്ലോടാ. അപ്പൊ നമ്മൾ ഏകദേശം എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പറയാത്ത ഒരു കാര്യമുണ്ട്, അതിന്റെ പേരാണ് തൈമോസിൻ എന്ന് പറയുന്നത്. തൈമോസിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ആര്? തൈമോസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേരാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് മാത്രമേ പോകുന്നുള്ളേ. തൈമോസിൻ എന്ന് പറയുന്ന തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് തൈമോസിൻ എന്ന് പറയുന്നത്. നമ്മുടെ നെഞ്ചിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പ്രായപൂർത്തിയാവുന്ന ഒരു വ്യക്തിയിൽ കാണപ്പെടാത്ത ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ അത് തൈമസ് ഗ്രന്ഥിയാണെന്ന് മനസ്സിലാക്കണം. രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ അത് തൈമസ് ഗ്രന്ഥിയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കൂടിയിരിക്കാൻ കാരണവും മുതിർന്നവർക്ക് അല്ലെങ്കിൽ 50 വയസ്സിന് മേലെയുള്ളവരുടെ ഇമ്മ്യൂണിറ്റി കുറയാൻ കാരണവുമായിട്ടുള്ള ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. തൈമസ് ഗ്രന്ഥിയുടെ സാന്നിധ്യമാണ് കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി കൂടുന്നതും തൈമസ് ഗ്രന്ഥിയുടെ അസാന്നിധ്യമാണ് മുതിർന്നവരിൽ ഇമ്മ്യൂണിറ്റി കുറയുന്നതിന്റെ കാരണവും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോവിഡ് എന്ന സംഭവം തന്നെയാണ്. കോവിഡ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കുട്ടികൾക്ക് കോവിഡ് വലുതായിട്ട് മാരകമാവാൻ സാധ്യതയില്ല എന്നും എന്നാൽ മുതിർന്നവർക്ക് അതിന് സാധ്യത ഉണ്ട് എന്നും അവർ കുറച്ചുകൂടി കെയർ ചെയ്യണമെന്നും ഒക്കെ ഡോക്ടേഴ്സ് പറയുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. ഈ COVID-19 എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർക്കാണ് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നത്, അപകടകരമാവുന്നത്. അപ്പൊ കോവിഡ് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞത് ശരിക്കും ആരാണ്? മുതിർന്ന വ്യക്തികളാണ്. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്കത് വന്നാലും അതിനെ പെട്ടെന്ന് സർവൈവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മുതിർന്നവർക്ക് അത് വന്നാൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നത് കാരണമെന്ന് പറയുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റി കുറവാണ് എന്നതുകൊണ്ട് തന്നെയാണ്. തൈമസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഒരു രക്തകോശമാണ് ലിംഫോസൈറ്റ് T എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് തന്നെ ലിംഫോസൈറ്റിന്റെ എണ്ണം മുതിർന്ന വ്യക്തികളിൽ കുറവായിരിക്കും. അല്ലെങ്കിൽ മുതിർന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ 50 വയസ്സിന്റെ മേലെയുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ലിംഫോസൈറ്റിന്റെ എണ്ണം കുറവായിരിക്കും. കാരണം അവിടെ തൈമസ് ഗ്രന്ഥിയോ തൈമോസിന്റെയോ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്നതും കൂടി ഇവിടെ എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ അതിനകത്ത് നിന്ന് 4, 5, 6 ഗ്രന്ഥികളെ കുറിച്ച് ഇങ്ങനെ ഒന്ന് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ചോദ്യം വന്നാൽ
നമ്മൾ ആ ഒരു ചാപ്റ്ററിന് മൊത്തവും പഠിച്ചു വെക്കാതെ അവിടുന്നോ ഇവിടുന്നോ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പഠിച്ചു വെച്ചിട്ട് പോയാൽ, കുറച്ച് ഒൻവേഡ് ചോദ്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോയാൽ, ഈ പറയുന്ന പോലെയുള്ള പല സ്ഥലത്തു നിന്നും എടുത്തിട്ട് ഒരൊറ്റ ചോദ്യമാക്കുന്ന ആ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല പിള്ളേരെ, എഴുതാൻ കഴിയില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇത് 10ാം ക്ലാസ്സിനകത്തുള്ള ചാപ്റ്ററിനകത്തുനിന്ന് ചോദിച്ചതാ. 10ാം ക്ലാസ്സിന്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോയവർക്ക് ഇത് എഴുതാൻ കഴിയില്ല. അത് കൃത്യമായിട്ട് പഠിച്ചാലേ എഴുതാൻ സാധിക്കുള്ളൂ. ഇതാ ചാപ്റ്ററിൽ നിന്ന് ഇഷ്ടംപോലെ ചോദ്യം പല പരീക്ഷകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹോർമോൺ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചോദിച്ച വേറൊരു ചോദ്യം നമുക്ക് നോക്കടാ. ഫയർമാൻ ഫയർവുമൻ ട്രെയിനിയുടെ 2022 ചോദിച്ചൊരു ചോദ്യമാണ്. അതും ഇതേ ഏരിയ എന്നാണ്. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീ ഹോർമോൺ അല്ലാത്തതേത്? 1 ആൻഡ്രോജൻ, 2 ഈസ്ട്രോജൻ, 3ാമത്തത് പ്രൊജസ്ട്രോൺ. അപ്പോ തന്നിരിക്കുന്നതിൽ സ്ത്രീ ഹോർമോൺ അല്ലാത്തതെന്നാണ് ചോദ്യം. ആൻഡ്രോജൻ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 3, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1, 3. പെട്ടെന്ന് പറഞ്ഞോടാ ഇതിന്റെ ആൻസർ. എടാ ഉറങ്ങത്തുങ്ങി പിള്ളേരെ പോലെ ഇരിക്കാതെ നല്ല ഉഷാറായിട്ടിരുന്ന് രാവിലെ 5 മണിക്ക് എന്തിനാ എണീറ്റത്? പഠിച്ചുഷാറാവാനല്ലേ? അപ്പൊ അതേ ഉഷാറോടെ ഇരു മക്കളെ. താഴെ തന്നിരിക്കുന്നത് സ്ത്രീ ഹോർമോൺ അല്ലാത്തതെന്നാണ് ചോദ്യം. ആൻഡ്രോജൻ, ആ പേരിൽ തന്നെ ഉണ്ട് ആൻഡ്രോജൻ. ആർക്ക്? ആൻഡ്രോജൻ ആൻഡ്രൂസിനാണ്. ആൻഡ്രോജൻ ആണുങ്ങൾക്കാണ്. അപ്പൊ ആണുങ്ങളുടെ ഹോർമോണാണ് ആൻഡ്രോജൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീ ഹോർമോൺ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം ആൻഡ്രോജനെ പറയാം. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും എന്തുമായി ബന്ധപ്പെട്ടതാ? സ്ത്രീയുമായി ബന്ധപ്പെട്ട സ്ത്രീയുടെ ഹോർമോൺ ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോ. പുരുഷനില് വൃഷണമുണ്ട്, സ്ത്രീക്ക് അണ്ഡാശയമുണ്ട്. പുരുഷന് വൃഷണവും സ്ത്രീയിൽ അണ്ഡാശയവുമുണ്ട്. ഇതില് വൃഷണമാണോ അണ്ഡാശയമാണോ ഉദരാശയത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അണ്ഡാശയം സ്ഥിതി ചെയ്യുന്നത് ഉദരാശയത്തിന്റെ അടിയിലും വൃഷണം സ്ഥിതി ചെയ്യുന്ന ഉദരാശയത്തിന്റെ പുറത്ത് വൃഷണ സഞ്ചിയിലുമാണ് എന്ന് പഠിച്ചു വെക്കണം. വൃഷണം സ്ഥിതി ചെയ്യുന്നത് ഉദരാശയത്തിന്റെ പുറത്ത് വൃഷണ സഞ്ചിയിലാണെന്ന് പഠിച്ചു വെക്കണം. എന്നാൽ അണ്ഡാശയം സ്ഥിതി ചെയ്യുന്നത് ഉദരാശയത്തിനകത്ത് തന്നെ അടിഭാഗത്തായിട്ടാണ് എന്നതും മനസ്സിലാക്കണം. അപ്പൊ വൃഷണവും അണ്ഡാശയവും ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വൃഷണം ഉദരാശയത്തിന്റെ പുറത്തും അണ്ഡാശയം ഉദരാശയത്തിന്റെ അകത്തുമാണ്. എന്താണ് വൃഷണം? പുരുഷന്റെ ലൈംഗിക ഗ്രന്ഥിയാണ് വൃഷണം. അപ്പൊ സ്ത്രീയുടെ ലൈംഗിക ഗ്രന്ഥിയാണ് അണ്ഡാശയം. വൃഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് ആൻഡ്രോജൻ എന്ന് വിളിക്കാം. അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് 2 എണ്ണമുണ്ട്. ഒന്നാമത്തത് ഈസ്ട്രോജൻ ആണ്, രണ്ടാമത്തത് പ്രൊജസ്ട്രോൺ ആണ്. ഒന്നാമത്തത് ഈസ്ട്രോജൻ ആണ്, രണ്ടാമത്തത് പ്രൊജസ്ട്രോൺ ആണ്. പ്രധാനപ്പെട്ട ഒരു ആൻഡ്രോജന്റെ പേരറിയോ നിങ്ങൾക്ക്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുരുഷന്റെ സെക്സ് ഹോർമോൺ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എന്താ വിളിച്ചത്? ടെസ്റ്റോസ്റ്റിറോൺ. ഒരു ആൻഡ്രോജന്റെ ഉദാഹരണം ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷനിലെ ലൈംഗിക ഹോർമോണുകളാണ് ആൻഡ്രോജൻ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടവന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടവന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. സ്ത്രീക്ക് 2 ലൈംഗിക ഗ്രന്ഥികൾ, 2 ഹോർമോണുകളുണ്ട്. ഒന്ന് ഈസ്ട്രോജനും രണ്ടാമത്തത് പ്രൊജസ്ട്രോണും. അപ്പോ ഈസ്ട്രോജന്റെ പ്രത്യേകത എന്ത്? ശ്രദ്ധിച്ചു കേട്ടോ. ഈസ്ട്രോജൻ എന്ന് പറയുന്നത് സ്ത്രീത്വം കൊടുക്കുന്നു എന്ന് പറയാം. ടെസ്റ്റോസ്റ്റിറോൺ എന്ത് കൊടുക്കുന്നു? പൗരുഷം കൊടുക്കുന്നു. സ്ത്രീകൾക്ക് ശാരീരിക മാറ്റങ്ങൾ, ശബ്ദമാറ്റം, ഇതൊക്കെ കൊടുക്കുന്നത് ഈസ്ട്രോജൻ ആണെങ്കിൽ പുരുഷനിൽ ശാരീരിക മാറ്റവും ശബ്ദമാറ്റവും മുടിയും ഒക്കെ നൽകുന്നത്, അല്ലെങ്കിൽ മുടിയിൽ വ്യത്യാസവും ഒക്കെ നൽകുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണെന്ന് മനസ്സിലാക്കണം. ആൻഡ്രോജനിൽ ഏറ്റവും പ്രധാനപ്പെട്ടവന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈസ്ട്രോജൻ സ്ത്രീക്ക് സ്ത്രീത്വം നൽകുന്നു. തീർന്നോ? ഇല്ല. നമ്മുടെ ആർത്തവ ചക്രം എന്നൊരു സംവിധാനമുണ്ടല്ലോ. ആർത്തവ ചക്രത്തിന് സഹായിക്കുന്ന ഒരു ജോലിയും ഈസ്ട്രോജൻ ചെയ്യുന്നുണ്ട് മക്കളെ. ആർത്തവ ചക്രം നിയന്ത്രിക്കുന്നത് ഈസ്ട്രോജൻ ഉണ്ട്. ആർത്തവ ചക്രം നിയന്ത്രിക്കുന്നതിൽ പ്രൊജസ്ട്രോണിന് പങ്കുണ്ട്. ആർത്തവ ചക്രം നിയന്ത്രിക്കുന്നതിൽ മെലാറ്റോണിനും പങ്കുണ്ട്. ആർത്തവ ചക്രം നിയന്ത്രിക്കുന്നതിൽ ഈസ്ട്രോജന് പങ്കുണ്ട്. ആർത്തവ ചക്രം നിയന്ത്രിക്കുന്നതിൽ പ്രൊജസ്ട്രോണിന് പങ്കുണ്ട്. ആർത്തവ ചക്രം നിയന്ത്രിക്കുന്നതിൽ മെലാറ്റോണിനും പങ്കുണ്ട്. പഠിച്ചു വെച്ചോ. മെലാറ്റോണിന് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ പലർക്കും അതൊരു അത്ഭുതമായിരിക്കും, പുതിയ അറിവായിരിക്കും. പക്ഷെ ആ പോയിന്റ് ആണ്, അത് പഠിച്ചു വെക്കണം. മെലാറ്റോണിനും ആർത്തവ ചക്രം നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് പറഞ്ഞിട്ട് +1 പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് പിള്ളേരെ. ക്ലിയർ അല്ലേ?
ഇനി പ്രൊജസ്ട്രോണിനെ കുറിച്ച് പറഞ്ഞാൽ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നതും ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് 10 മാസത്തെ പ്രോജക്റ്റ് അല്ലേടാ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 10 മാസത്തെ പ്രോജക്റ്റ് അവളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുക എന്ന് പറയുന്ന സംഭവം. ആ പ്രോജക്റ്റിനുള്ള ഹോർമോണിന്റെ പേര് പ്രൊജസ്ട്രോൺ ആണ്. അപ്പൊ പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രൊജസ്ട്രോൺ ആണ്, മറക്കണ്ട. പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്ന പ്രൊജസ്ട്രോൺ ആണ്. സ്ത്രീക്ക് 10 മാസത്തെ ഗർഭധാരണം എന്ന പ്രോജക്റ്റ് ഏൽപ്പിച്ചത് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിന്റെ സഹായത്താലാണ്. അപ്പൊ പ്രഗ്നൻസി ഹോർമോൺ എന്ന് വിളിക്കുന്നത് പ്രൊജസ്ട്രോൺ. ഗർഭധാരണത്തെ അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഭ്രൂണത്തെ നിലനിർത്താൻ സഹായിക്കുന്നത് പ്രൊജസ്ട്രോൺ ആണെന്ന് മറക്കണ്ട. ഈസ്ട്രോജനും പ്രൊജസ്ട്രോനും പൊതുവായിട്ട് പറയാവുന്ന പോയിന്റ് എന്താ? ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നു. ഈസ്ട്രോജന്റെ മാത്രം പോയിന്റ് ആയിട്ട് പറയാം, സ്ത്രീത്വം നിലനിർത്തുന്നു, അല്ലെങ്കിൽ സ്ത്രീയിലെ ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ശബ്ദം മാറുന്നത് എല്ലാം. ഇപ്പൊ നിങ്ങൾക്കറിയാം, കൊച്ചുകുട്ടികൾക്ക് ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും അവരുടെ ശബ്ദം എന്ന് പറയുന്നത് ഏകദേശം ഒരേ ലെവലിലായിരിക്കും, അല്ലെ? ഒരു സ്മൂത്ത് സൗണ്ട് ആയിരിക്കും. പിന്നീട് പുരുഷൻ വളർന്ന് മെച്ചോർഡ് ആവുമ്പോഴായിരിക്കും പുരുഷന്റെ സൗണ്ട് എന്ന് പറയുന്നത് പാറയിലൊരിക്കും കരകര സൗണ്ട്, വാസു എന്ന് ചോദിക്കുന്ന ഒരു സൗണ്ടും, മറ്റേ സ്ത്രീക്കാണെങ്കിൽ ആ ഒരു സൗണ്ടും, അല്ലെ, ഒരു സ്ത്രീത്വത്തിന്റെ ഒരു സൗണ്ടും വരുന്നത് അത് മെച്ചുവേർഡ് ആയതിനു ശേഷമാണ്. ഇവർക്ക് രണ്ടുപേർക്ക് ഈ 2 ക്വാളിറ്റിയും കൊടുത്തത്, സ്ത്രീക്ക് പുരുഷന് ഘനഗംഭീര ശബ്ദം കൊടുത്തത് ടെസ്റ്റോസ്റ്ററോൺ ആണെങ്കിൽ സ്ത്രീക്ക് ഒരു സോഫ്റ്റ് സൗണ്ട് കൊടുത്തത് ഈസ്ട്രോജൻ ആണ് എന്നുള്ളത് മറക്കണ്ട. പ്രൊജസ്ട്രോണിനെ കുറിച്ച് പറഞ്ഞാൽ എടുത്തു പറയാം, രണ്ടുപേരുടെ സ്വഭാവത്തിൽ ആർത്തവ ചക്രം വരും. പക്ഷേ പ്രൊജസ്ട്രോണിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം, പ്രൊജസ്ട്രോൺ പ്രഗ്നൻസി ഹോർമോൺ എന്നും വിളിക്കാം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ഷനിലോട്ട് അഡ്രീനൽ ഗ്രന്ഥിക്ക് ശ്രദ്ധിക്കണം. അഡ്രീനൽ ഗ്രന്ഥിക്ക് ഈസ്ട്രോജനെയും അതുപോലെ ടെസ്റ്റോസ്റ്ററോണിനെയും വളരെ കുറച്ചുൽപാദിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു പുരുഷനിൽ ഈസ്ട്രോജൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്തേ. പുരുഷനിൽ ഈസ്ട്രോജൻ ഉണ്ടോ? കമന്റ് ചെയ്. പുരുഷനിൽ ഈസ്ട്രോജൻ ഉണ്ടോ? പുരുഷനിൽ ഈസ്ട്രോജൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരും ഇല്ലെന്ന് പറയും. പക്ഷെ ഉണ്ട്. കാരണം പുരുഷനിലെ അഡ്രീനൽ ഗ്രന്ഥിക്ക് ഈസ്ട്രോജനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നതുകൊണ്ട് വളരെ കുറച്ച് ഈസ്ട്രോജൻ പുരുഷനിലുണ്ട്. സ്ത്രീക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടോ? സ്ത്രീക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്ത്രീക്ക് ഒരു അഡ്രീനൽ ഗ്രന്ഥി ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ അഡ്രീനൽ ഗ്രന്ഥി ടെസ്റ്റോസ്റ്ററോണിനെ വളരെ കുറച്ച് ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ശരീരത്തിൽ വളരെ കുറച്ച് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലായ? അപ്പോ അഡ്രീനൽ ഗ്രന്ഥിക്ക് സെക്സ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും അല്ല. പുരുഷന്റെ ശരീരത്തിൽ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സെക്സ് ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ പുരുഷന്റെ ശരീരത്തിൽ അഡ്രീനൽ ഗ്രന്ഥിക്ക് 2 സെക്സ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആരെയൊക്കെ? വളരെ കുറച്ച് ടെസ്റ്റോസ്റ്ററോണിനെയും വളരെ കുറച്ച് ഈസ്ട്രോജനെയും അഡ്രീനൽ ഗ്രന്ഥിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതേസമയം ഒരു സ്ത്രീയുടെ ശരീരത്തിലും അതേ അഡ്രീനൽ ഗ്രന്ഥിക്ക് കുറച്ച് ടെസ്റ്റോസ്റ്ററോണിനെയും കുറച്ച് ഈസ്ട്രോജനെയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇനി നമ്മൾ നേരത്തെ പഠിച്ച വൃഷണവും അണ്ഡാശയവും ചെയ്യുന്ന ജോലി അതുപോലെ നടക്കും. പ്ലസ് അഡ്രിനൽ ഗ്രന്ഥി വേറൊരു രീതിയിലും അവന്റെ ഉൽപാദനം നടത്തുമെന്നുമാണ് നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് ഹോർമോൺ ഗ്രന്ഥിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മള് 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടും വന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനിയും ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനോ അല്ലാത്തതുമായ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടെ ചേർത്തിട്ട് അതുപോലെ നമുക്ക് അടുത്ത സെക്ഷൻസിലൊക്കെ മന്ത്ലി ഉള്ള പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പ്ലാൻ ചെയ്യുകയാണ്. മന്ത്ലിയുള്ള പൊതുജനാരോഗ്യത്തിന്റെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുതരും. അപ്പൊ നിങ്ങൾക്ക് അടുത്തടുത്ത പരീക്ഷകൾക്ക് എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു ശേഖരണം പോലെ നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ആ സംഭവം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് ഈ സെക്ഷൻ കണ്ടതിന് ശേഷം കിടന്നുറങ്ങാതെ വീണ്ടും ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഏതാണോ ടഫായ പോലെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഏതാണോ നിങ്ങൾക്ക് ടഫായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനം അത് മറ്റുള്ളവർ ഉണരുന്നതിന് മുമ്പേ വളരെ ശാന്തമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റിയ സമയത്ത് എന്താണോ നിങ്ങൾക്ക് ഏറ്റവും ടഫായ സാധനം അതിനെ തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ അല്ലേ? അതായത് ചില ആൾക്കാർക്ക് മലയാളം എളുപ്പമായിരിക്കാം, ചിലർക്ക് ഇംഗ്ലീഷ് എളുപ്പം, ചിലർക്ക് ഇംഗ്ലീഷ് പാടായിരിക്കാം, ചിലർക്ക് മാത്സ് പാടായിരിക്കാം, ചിലർക്ക് ഈ പറഞ്ഞ പോലെ ബയോളജി പോലുള്ള വിഷയങ്ങൾ ടേമുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് എന്താണോ ബുദ്ധിമുട്ട് അതിനെ രാവിലെ ആരും ഉണരാതെ നമ്മളെ ശല്യപ്പെടുത്താത്ത ആ ഒരു സമയമുണ്ട്. ആ സമയം ഒരു 5 to 7, 7:30 മണി വരെയൊക്കെ ആ സമയത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക.
ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോ എല്ലാവരും ഉഷാറായിട്ട് പഠനം തുടരുക. മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ 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 ബൈ. താങ്ക് യു.